ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ HTMLൻ്റെ ടാഗുകളെ പറ്റിയിട്ടും ആട്രിബ്യൂട്ടുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വേറെ ബോഡി ടാഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെയും കുറച്ച് ടാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് സം കോമൺ ടാഗ്സ്. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഹെഡിങ് ടാഗുകളാണ്. ഹെഡിങ് ടാഗുകൾ എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും? ഇപ്പോൾ നമ്മൾ വെബ് പേജിൽ എന്തെങ്കിലും ഹെഡിങ്സ് കൊടുക്കണമെങ്കിൽ ഈ ഹെഡിങ് ടാഗുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് ടാഗ്സ് വരുന്നത് H1, H2, H3, H4, H5, H6 ഇത്രയും ഹെഡിങ് ടാഗുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ ഹെഡിങ് ടാഗുകൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഹെഡിങ്സിന് വരിക. അതായത് ഇപ്പോൾ H1 ടാഗാണ് നമ്മൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിങ് വലിയ ഹെഡിങ് ആയിട്ടായിരിക്കും വരിക. ബിഗ്ഗർ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ H2 ആണെങ്കിൽ കുറച്ചുകൂടിയും ചെറുതാവും, H3 ആണെങ്കിൽ കുറച്ചുകൂടിയും ചെറുതാവും. അങ്ങനെ H6 ആകുമ്പോൾ ഏറ്റവും സ്മോളർ ഹെഡിങ്ങിലാണ് നമുക്ക് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇതാണ് ഹെഡിങ് ടാഗ്സ്. ഹെഡിങ് ടാഗ്സ് വരുന്നത് H1 മുതൽ H6 വരെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെഡിങ് ടാഗുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ആട്രിബ്യൂട്ട് അലൈൻ. അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഹെഡിങ് ടാഗ്സിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ അലൈൻ എന്ന് പറയുന്നത് എന്തിനാ? ഇപ്പോൾ H1ൻ്റെ ഉള്ളിൽ അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ്, അലൈൻ ഈക്വൽ ടു റൈറ്റ്, അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അലൈൻ്റെ പോസിബിൾ വാല്യൂസാണ് ഈ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. H1 അല്ലെങ്കിൽ H2 ഏതെങ്കിലും ഒരു ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിങ് എവിടെയായിരിക്കും വരിക? ലെഫ്റ്റ് മാർജിൻ്റെ അടുത്തായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് എഴുതിയാൽ ഹെഡിങ് റൈറ്റ് മാർജിൻ്റെ അവിടെയായിരിക്കും, അതായത് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് വെബ് പേജിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡിങ് ടാഗ്സ്. ഇവിടെ ഹെഡിങ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട് ടു ഇല്ലുസ്ട്രേറ്റ് ഡിഫറെൻറ്റ് ഹെഡിങ് സ്റ്റൈൽസ്. അപ്പോൾ അതിൽ HTML ഹെഡ്, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹെഡിങ് ടാഗ്സിന്. അത് കഴിഞ്ഞ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ ബോഡിയുടെ ഉള്ളിൽ തന്നെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് BG കളർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഹെക്സാഡെസിമൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ആ ഒരു കോഡിൻ്റെ കറസ്പോണ്ടിങ് കളറായിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് H1ൽ അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് കൊടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് 1 എന്നിട്ട് H1 ക്ലോസ് ചെയ്തു. വേറൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട് H2 അലൈൻ ഈക്വൽ ടു സെൻറ്റർ, അതിൽ ഹെഡിങ് എഴുതിയിട്ടുള്ളത് ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് 2 എന്നിട്ട് H2 ക്ലോസ് ചെയ്തു. H3 എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ H4 എഴുതിയിട്ടുണ്ട്, H5 എഴുതിയിട്ടുണ്ട്, H6 എഴുതിയിട്ടുണ്ട്. H1 മുതൽ H6 വരെ ഓരോ ഹെഡിങ്ങുകൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡി ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ ഫിഗർ 4.20 എന്താ കാണിക്കുക? ആദ്യം നമ്മുടെ ബോഡി ടാഗ് വെബ് പേജിൻ്റെ കളർ നോക്കുക. വെബ് പേജിൻ്റെ ബോഡി കളർ നമ്മൾ കൊടുത്തിട്ടുള്ള BG കളറാണ്. അതുപോലെ H1 ടാഗിൽ എഴുതിയിട്ടുള്ള ദിസ് ഈസ് എ ഹെഡിങ് ടൈപ്പ് 1 അത് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. H2ൽ എഴുതിയിട്ടുള്ളത് സെൻറ്റർ പൊസിഷനിൽ വന്നിട്ടുണ്ട്. H3ൽ എഴുതിയത് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ H4, H5, H6ലൊന്നും അലൈൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അലൈൻ യൂസ് ചെയ്യുന്നത് പൊസിഷൻ പറയാനല്ലേ. ഇപ്പോൾ അലൈൻ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഹെഡിങ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇനി നെക്സ്റ്റ് ടാഗാണ് P ടാഗ്. P ടാഗ് യൂസ് ചെയ്യുന്നത് പാരഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് P ടാഗ് ഓപ്പൺ ചെയ്യുക, നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുക, P ടാഗ് ക്ലോസ് ചെയ്യുക. അത് നമുക്കൊരു പാരഗ്രാഫായിട്ടായിരിക്കും വെബ് പേജിൽ കാണിക്കുക. അപ്പോൾ പാരഗ്രാഫ്സിനെ കാണിക്കാനായിട്ട് P ടാഗ് നമ്മൾ യൂസ് ചെയ്യണം. P ടാഗ് enables us to organize the text within the body tags into paragraphs. പിന്നെ it indicates a new paragraph and instructs the browser to add a blank line before the paragraph. ഓരോ പാരഗ്രാഫിന് മുന്നിലും ബ്ലാങ്ക് സ്പേസ് വിട്ടിട്ടായിരിക്കും, അതായത് ഒരു പാരഗ്രാഫിൻ്റെ ഇതിലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നമ്മൾ P ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അലൈൻ ആട്രിബ്യൂട്ട് തന്നെയാണ്. അപ്പോൾ
ഹെഡിങ് ടാഗിനുള്ള പോലെ തന്നെ പി ടാഗിൻ്റെ മെയിൻ അട്രിബ്യൂട്ട് അലൈൻ ആണ്. അതിൽ പറയണ പോലെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ, സെൻറ്ററോട് ജസ്റ്റിഫൈ നമുക്ക് ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും അലൈനിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഗ്രാം തന്നിട്ടുണ്ട് ടു ഡിസൈൻ പാരഗ്രാഫ്സ് വിത്ത് ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ്സ്. അതിൽ നമ്മൾ ബോഡി ടാഗ് നോക്കുക. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു പി ടാഗ് എഴുതിയിട്ടുണ്ട്. പി ടാഗിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിലാണ് ദിസ് പാരഗ്രാഫ്, പിന്നെ കുറച്ച് സ്പേസ് വിട്ട് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ലൈൻസ് ഇൻ ദ സോഴ്സ്, സ്പേസ് ഉണ്ട്, കോഡ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബട്ട് ദ ബ്രൗസർ ഇഗ്നോർസ് ഇറ്റ്, എന്നിട്ട് പി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ താഴെ വേറൊരു പി ടാഗ് ഉണ്ട്. അതിൽ അലൈൻ ഈക്വൽ ടു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് തേർഡ് ഒരു പി ടാഗിൽ അലൈൻ ഈക്വൽ ടു ജസ്റ്റിഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇങ്ങനെ എഴുതി പി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് കറക്റ്റായിട്ട് ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് അതിലോട്ട് വന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പി ടാഗിൽ അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ആ പാരഗ്രാഫിനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അലൈൻ ഈക്വൽ ടു ജസ്റ്റിഫൈ എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഫുൾ സെൻറ്ററായിട്ട് വരുന്ന രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാരഗ്രാഫിനെ അലൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഫുൾ ഫിൽ എന്നുള്ള രീതിക്ക് നമുക്ക് ആ പാരഗ്രാഫിനെ കാണാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് പി ടാഗിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിൽ എത്ര ലൈൻസ് വിട്ടിട്ടോ എത്ര ബ്ലാങ്ക് സ്പേസ് വിട്ടിട്ടോ എങ്ങനെ എഴുതിയാലും വെബ് പേജിൽ വരുമ്പോൾ ആ ബ്ലാങ്ക് സ്പേസുകളൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കളഞ്ഞ് പക്ക ഒരു പാരഗ്രാഫ് ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ പാരഗ്രാഫ്സിനെ എന്ത് ചെയ്യുക, വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് ടാഗാണ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ ഹെഡിങ് ടാഗുകളും പി ടാഗൊക്കെ കണ്ടെയ്നർ ടാഗുകളാണ്, ക്ലോസിങ് ടാഗ് ഉള്ളതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ടാഗാണ് ബി ആർ ടാഗ്. ബി ആർ ടാഗ് എന്തിനാ, ബ്രേക്ക് ചെയ്യാൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ നമ്മൾ എഴുതി അവിടെ ബി ആർന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തൊട്ട് താഴെ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുള്ളൂ. അപ്പോൾ അതിനാണ് ബി ആർ ടാഗ് യൂസ് ചെയ്യുക. The BR tag is used to break the current line of text and continue from the beginning of the next line. BR ഒരു ലൈനിൽ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ BR ടാഗ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതുന്നോ അതെല്ലാം ആ ലൈൻ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലൈനിൻ്റെ തുടക്കം മുതലായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ BR ഒരു empty ടാഗാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. BR ടാഗിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ബോഡി BG കളർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഹെഡിങ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ നാഷണൽ പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പി ടാഗിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റ് പി ടാഗ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ പല ഭാഗത്തും BR എന്ന് ടാഗുകൾ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അവർ നാഷണൽ പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് H1 ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. നമ്മുടെ ബോഡിക്ക് BG കളർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് BG കളർ അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. പി ടാഗിൽ എഴുതിയിട്ടുള്ളത് ഒരു പാരഗ്രാഫായിട്ടല്ല കാണിച്ചിട്ടുള്ളത്. കാരണം എന്താ, BR യൂസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നെക്സ്റ്റ് ലൈനൊക്കെ താഴെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് BR ടാഗ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളുടെ കുറച്ച് ടാഗുകൾ, ഹെഡിങ് ടാഗ്, അതുപോലെ തന്നെ പി ടാഗ്, BR ടാഗ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.